ഞാനിപ്പം ഉള്ളത് ലവ്ലി നിസാറുമായിട്ട് അടുത്താണ്. പുള്ളിക്കാരി ഒരു എഴുത്തുകാരിയാണെന്ന് പലർക്കും അറിയാം. പക്ഷേ കുറച്ച് പേർക്ക് മാത്രമായിരിക്കും അറിയുന്ന ഒരു കലാകാരി, അതായത് ചിത്രം വരയ്ക്കുന്ന ഒരാളാണെന്ന് കൂടെ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു, അതായത് എഴുത്തുകാരിയിൽ നിന്നുപരി ഇങ്ങനെ ഒരു കലാരൂപത്തിലേക്ക് എത്തുന്നത്? ഞാൻ എഴുത്തുകാരിയായിട്ട് അധികം നാളായിട്ടില്ല. കാരണം എഴുത്തുകാരി എന്നുള്ളൊരു ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയത്, പുസ്തകങ്ങൾ ഇറക്കാനും എഴുതാനും തുടങ്ങിയത് ഞാനൊരു കുറേ ഒരു 2012 തൊട്ടാണ്. പക്ഷെ ചിത്രകാരി എന്നുള്ളത് ഞാൻ അതിന് മുമ്പുള്ളൊരു സംഭവമാണ്. സ്കൂൾ തൊട്ട് തന്നെ ഞാൻ നന്നായിട്ട് ഒരുമാതിരി വരയ്ക്കായിരുന്നു. പിന്നെ ഞാൻ 2 എക്സിബിഷൻ നാട്ടിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് 1997-ലും ഒന്ന് 2014-ലും കോഴിക്കോട് ലളിതകലാ അക്കാദമിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ വരയ്ക്കുന്നത് കൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യാനും, ഇങ്ങനെ എന്തെങ്കിലും ആക്രിലിക് ഓരോ മീഡിയം ഞാനിങ്ങനെ മാറ്റി മാറ്റി ഓയിലായിട്ടും വാട്ടർ കളറായിട്ടും ആക്രിലിക്കായിട്ടും അങ്ങനെ പല മീഡിയയിൽ ചെയ്തു തുടങ്ങുന്നുണ്ട് ഇപ്പോൾ. ഈ ചിത്രങ്ങൾ ഞാൻ ഓരോന്നും ഇങ്ങനെ നോക്കി, വളരെ മനോഹരമായ ചിത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എക്സിബിഷൻ ചെയ്യാന്നുള്ള ഒരു മനസ്സിലുള്ള ആഗ്രഹം, അത് പ്രവാസിയായ അത് സാധ്യമായി അല്ലേ? അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ വിറ്റ് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഞാൻ ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പം ഞാൻ നേരത്തെ ഞാൻ സൗദിയിലായിരുന്നു. സൗദിയിൽ 10-15 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് 8 വർഷമായുള്ളൂ. വന്ന വർഷം തന്നെ ഒരു ചിത്രപ്രദർശനം നടത്തണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിങ്ങനെ കൊണ്ടു നടന്നു. ഒരു സാഹചര്യം അതിനായിട്ട് ഒത്തില്ല. കുറേ ചിത്രങ്ങളും കൂടെ വരയ്ക്കേണ്ടിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വന്നു. ഇപ്പോഴാണ് നമ്മുടെ സർവകലാശാലയിൽ തന്നെ അതിനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. കാരണം ഇവിടെ തന്നെ വലിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അത്. ഇവിടെ തന്നെ ചെയ്യാനും അത് പ്രദർശിപ്പിക്കാനും കിട്ടി. വിറ്റുപോയിട്ടുണ്ട്. കുറേ ചിത്രങ്ങൾ ഇഷ്ടപ്പെട്ടവരെല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ ഇതുവരെ നമ്മളത് ഒരിക്കലും ഒരു മാർക്കറ്റിംഗ് മെൻറ്റാലിറ്റിയോടെ ചെയ്യുന്ന കാര്യമല്ല. നമ്മുടെ മനസ്സിലുള്ള സാധനം ചെയ്യാന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ ചിത്രങ്ങൾ. ഈ അക്രിലിക് ചിത്രങ്ങൾ വരയ്ക്കാൻ ഓരോന്നും വരയ്ക്കുമ്പോൾ ഓരോ മനസ്സിലൊരിതുണ്ടാവുമല്ലോ. ഉറപ്പായിട്ടും. എങ്ങനെയാണ് ഈ ഒരു ചിത്രത്തിലേക്ക് എത്തിയത്? ഈ ഒരു ചിത്രം നമ്മൾ മീനെന്ന് പറയുന്നത് എപ്പോഴും രാത്രി കാലങ്ങളിൽ പോലും ഇമയടയ്ക്കാത്ത ഒരു ജീവിയാണെന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ അക്വേറിയം ഉണ്ടാക്കുന്നത് നെഗറ്റീവ് എനർജികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊരു ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എല്ലാ ബോധത്തിനും സാക്ഷിയാവുന്ന ഒരു വസ്തുവാണ് മീനെന്ന് പറയുന്നത്. എല്ലാം രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എല്ലാത്തിനും സാക്ഷിയായിട്ട്. അതുകൊണ്ട് ഞാനൊരു ക്ലേ ഇട്ടാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് പാടായിട്ട് ചെയ്തതാണ്. കാരണം ബേസ് കളർ കൊടുത്തിട്ട് പിന്നെ ക്ലേയിൽ ഞാൻ വർക്ക് ചെയ്ത് അങ്ങനെ എടുത്തത് ഒരു പരീക്ഷണാർത്ഥം ചെയ്ത ഒരു പ്രോജക്റ്റാണ്. പക്ഷെ നന്നായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്, ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ്. അതുപോലെ തന്നെ ഇത് ക്യാൻവാസിൽ ചെയ്തതാണ്. അതെ, ഇതെല്ലാം ക്യാൻവാസ് തന്നെയാണ്. എല്ലാം ക്യാൻവാസാണ്. ഓക്കെ. ഓരോ മീഡിയാണ്. ഇത് പിന്നെ ഗ്ലൂ ഗൺ ഇട്ട് ചെയ്തതാണ്. ഇതും പിന്നെ ക്ലേ ഇട്ട് ചെയ്തതാണ്. ഇത് ക്ലേ ആണ്. പിന്നെ ബാക്കിയെല്ലാം ആക്രിലിക് പെയിന്റ് തന്നെയാണ്. ഈ ആർക്കെങ്കിലുമൊക്കെ ഈ ചിത്രകല പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അതോ? ഞാൻ തന്നെ സ്റ്റുഡൻ്റ് ആണ് ഇപ്പോഴും എന്നാണ് പറയുന്നത്. ഞാൻ ഓരോ പരീക്ഷണങ്ങൾ ചെയ്ത് പക്ഷെ ചോദിക്കുന്ന ഇവിടെ വന്നിപ്പോൾ കണ്ട് കുറേ ആൾക്കാർ ചോദിച്ചത് എങ്ങനെയാണ്, ഞങ്ങൾക്കൊക്കെ കുറച്ച് വരയ്ക്കാനൊക്കെ അറിയുന്നുണ്ട്, അപ്പോൾ ഈ ആക്രിലിക് ചെയ്യുമ്പോൾ അത് പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നവരുടെ അടുത്തെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നും ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു, അങ്ങനെയല്ല, ബേസ് അങ്ങനെ ചെയ്യണം, നമ്മൾ സ്പ്രേ ചെയ്യണം, അങ്ങനെ കുറച്ച്. എങ്ങനെയാണ് ഇത് ചെയ്യാനുള്ള ഒരു ബേസ് എന്തായിരുന്നു? ഇത് ക്യാൻവാസിലാകുമ്പോൾ നമുക്ക് ആക്രിലിക് കുറച്ച് കട്ടിയുള്ള പെയിന്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ അത് ഒരു പാട്. അതിന് ഞാൻ ചെയ്യുന്നത് പിന്നെ ഒരു വാട്ടർ സ്പ്രേ ബോട്ടിൽ വാട്ടർ എടുത്തിട്ട് അത് നല്ലോണം സ്പ്രേ ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഡീപ്പ് കളർ കൊടുക്കുക, പിന്നെ ലൈറ്റ് കളർ കൊടുക്കുക. കുറേ കളേഴ്സ് നമുക്ക് ബേസിന് ഏത് കളർ, ഇപ്പോൾ എനിക്ക് ബ്ലൂ വേണമായിരുന്നു, വൈറ്റ് വേണമായിരുന്നു, ഇവിടെ ഗ്രീൻ വേണമായിരുന്നു, ബ്ലാക്ക് വേണമായിരുന്നു. ഇതെല്ലാം നമ്മൾ ആ സ്പ്രേ വാട്ടർ ചെയ്തിട്ട് അതിനകത്തേക്ക് ഞാൻ കളർ കൊടുത്തിട്ട് പിന്നെ അത് മൊത്തം സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് അങ്ങനെ ബേസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ക്ലേ ഇട്ട് ചെയ്തത്. ക്ലേയും കളറില്ലാണ്ട് ചെയ്ത് അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ കളർ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചിത്രങ്ങൾ നോക്കി വരുമ്പോഴേക്കും നേരെ എത്തുന്നത് ബുർജ് ഖലീഫ. അതെ, ബുർജ് ഖലീഫയിൽ ഒരു പെൺകുട്ടി, ഒരു പാവാടക്കാരി മനസ്സിലേക്ക് ഓടിയെത്തി. അതെ, ഒരു ചെറിയ കുട്ടിയാണ്, അതായത് ഒരു പെൺകുട്ടിയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ പെൺകുട്ടികളുടെ ഒരുപാട് സംഭവം, ഒരു 1.5 വയസ്സ് തൊട്ടുള്ള ഒരുപാട് പീഡന കേസുകളും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ. നാട്ടിൽ പെൺകുട്ടി എന്ന് പറയുന്നത് ഇതുപോലെ ജനിക്കാനായിട്ട് പേടിയുള്ള കുട്ടിയാണ്. അതിനാണ് ഞാൻ വരച്ചത്. അപ്പം അങ്ങനെ ഒരു കാലത്ത് UAE എന്ന് പറയുന്ന സ്ഥലത്ത് ഏത് പാതിരാത്രിയിലും ഏത് കുട്ടിക്കും
ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ കാണാനൊരു അവസരം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ശരി. അപ്പോൾ ഇതിന്റെ അർത്ഥം ഇതാണ്, അവൾക്ക് പുറത്തു വരാൻ ഒട്ടും താല്പര്യമില്ല. ഇതൊരു പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടി തന്നെയാണ്. അപ്പം ആ കുട്ടി സാധാരണ പൂർണ്ണ വളർച്ചയെത്തി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഡൗൺ, അങ്ങനെയാണ് വരേണ്ടത്. അപ്പം ഞാനിത് എന്നിട്ട് ഈ കുട്ടിക്ക് ഈ ലോകത്ത് കലങ്ങിയ കാഴ്ചകളിലേക്ക് ഇറങ്ങി വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ ഒരു ഐ ഡ്രോപ്സും വെച്ചു. അങ്ങനെ ശരി, ഗ്രേറ്റ് ഗ്രേറ്റ്. വളരെ അർത്ഥവത്തായ ചിത്രങ്ങൾ കഥ പറയുന്നു ഒരുപാട്. അത് നമ്മൾ ഈ തീം ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു അതേ ഉള്ളൂ ഒരു വലിയ പ്രശ്നമുള്ള കാര്യം. ഇതിലേക്ക് വരുമ്പോഴേക്കും എന്താണ് ആ ചിത്രത്തിന്റെ ഒരു ഇതൊരു പ്രതീക്ഷ ചിത്രമാണ്. ഇത് ഞാൻ കുറച്ച് നാൾ എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു വരയ്ക്കാനായിട്ട് ഒക്കെ ഉള്ളൊരു ഗ്യാപ്പ്. നമ്മുടെ നോർമലി ഫാമിലി ആകുമ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുക്കും നമ്മുടെ ലൈഫിൽ. അപ്പം ആ ഗ്യാപ്പ് ആ ഗ്യാപ്പ് ഇങ്ങനെ നടക്കുന്ന സമയത്തും നമുക്കൊരു പ്രതീക്ഷയുണ്ട് എപ്പോഴും. ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആ ഡ്രോപ്പ്, നല്ല തിളങ്ങുന്ന ഒരു ഡ്രോപ്പിലേക്ക് ഒരു നൈറ്റാണ്, ആ ഒരു ഡിം കളറാണ്, ആ കളറിൽ കൊടുത്തിട്ട് ഈ ഒരു പ്രതീക്ഷയാണ്. ആ കണ്ണിങ്ങനെ ഏത് സമയം നമ്മുടെ ആ കണ്ണെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സ് ഒരു പ്രതീക്ഷയിലേക്ക് നിൽപ്പുണ്ട്. എത്ര സംഭവം ഇപ്പം എനിക്ക് കുറേ നാൾ പാട്ട് ഇത് എല്ലാം മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലെല്ലാം ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു, ചിത്രം വരയ്ക്കണം, ചിത്രം ചെയ്യണം. ലവ്ലിയുടെ ഓരോ ചിത്രങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉള്ള കഥകൾ ഇങ്ങനെ പറയുകയാണ്. ചിത്രങ്ങൾ നമ്മൾ കാഴ്ചയിൽ തന്നെ പ്രതീക്ഷയുടെ അല്ലെങ്കിൽ ജീവിതത്തിൽ പുറത്തേക്ക് വരണ്ടെന്നുള്ള അങ്ങനെയുള്ള, അപ്പം ഓരോന്നിലും ഓരോ കഥ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ ചിത്രങ്ങളിലേക്ക് വന്നത് അല്ലേ? അപ്പം ഇത് എന്താണ് ഇതിൻ്റെ ഒരു പൊരുൾ? ഇത് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചു വരുന്ന സ്ത്രീകളാണ്. ഈ രണ്ട് ചിത്രവും പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന രണ്ട് ടൈപ്പ് ചിത്രങ്ങളാണിത്. ഒന്ന്, ഒരുപാട് സഹനവും ഇതുമെല്ലാം കഴിയുമ്പോൾ സ്ത്രീക്കൊരു ധൈര്യം കിട്ടാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ സ്ത്രീ ഇങ്ങോട്ട് വരുന്ന പ്രതിസന്ധിയെ കീഴ്പ്പെടുത്തുക ചെയ്യാം, എന്തിനേയും കീഴ്പ്പെടുത്താൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പരുന്തിന് ഇമേജ് കൊടുത്ത്, പരുന്തിൻ്റെ കണ്ണ് താഴോട്ടും ഈ ഒരു കണ്ണ് സ്ട്രെയിറ്റ് ആയിരിക്കണം, ഒരേ സെയിം കളർ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്ത്രീയുടെ ലുക്ക്, അതായത് നോട്ടം എപ്പോഴും ആ പരുന്തിനെ കീഴ്പ്പെടുത്തുന്നതാവണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ആ ഒരു ഇമേജ് ഞാൻ കൊടുത്തത്. അപ്പം അത് നമ്മൾ സ്ത്രീ അതിജീവിച്ച് കഴിഞ്ഞു. അവളുടെ ആത്മസാക്ഷാത്കാരമാണ് ആ നേർനോട്ടം എന്ന് പറയുന്നത്. അവൾക്ക് ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളും എല്ലാം കഴിഞ്ഞു, പ്രതിസന്ധികളെല്ലാം മാറി അവൾ തരണം ചെയ്ത് സ്ട്രെയിറ്റ് നോക്കാൻ തുടങ്ങി എന്ന അർത്ഥം. ഇതിലേക്ക് വരുമ്പോഴേ ഇതൊരു ഒരു വേനൽ ചൂടിൻ്റെ, അതായത് നമുക്ക് ഉണ്ടാവുന്ന ഭയങ്കര ഒരു എന്താ പറയുക, ഉഷ്ണത്തിനകത്തുനിന്ന്, അത് ഉഷ്ണം എന്ന് ഞാൻ മീൻ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെയാണ്. ആ പുകയുന്ന സമയത്തും നമ്മളൊരു എന്താ പറയുക, ലൈറ്റായിട്ട് നമ്മളൊന്ന് ഉറങ്ങിയിട്ട് നമ്മളൊരു ഇത് കാണാറുണ്ട്, ഒരു ചിന്ത. നമുക്ക് എപ്പോഴും ഒരു സ്വപ്നം, എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ് ഞാൻ കിടക്കും. ചിലപ്പോൾ ഒരുപാട് നമുക്ക് ചുറ്റും ഒരുപാട് ചൂടായിരിക്കും. അതൊരു ചൂടെന്ന് ഞാൻ മീൻ ചെയ്തത് ടെമ്പറേച്ചറല്ല, ആ ഒരു അതെ, ഒരുപാട് ചൂടായിരിക്കും. ആ ചൂടിൽ നമ്മളിങ്ങനെ കിടന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ലൈറ്റായിട്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഓർക്കാറുണ്ട് നമ്മുടെ സ്വപ്നം, എൻ്റെ ഒരു സ്വപ്നം എനിക്കുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു ചിത്രം എങ്ങനെ വരയ്ക്കണം എന്ന് ഞാൻ കുറേ നോക്കി. അതെന്താ ചെയ്യേണ്ടത്, അതിനെ എങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ കുറേ നോക്കി. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അത് നല്ല, ഈ സൂര്യനും വേണം, ചൂടും വേണം, മഴയും വേണം, ആ ചൂടിൽ നിന്നിട്ട് പുകഞ്ഞു തന്നെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട്. ഓരോ ചിത്രങ്ങളും ഇതുപോലെ വ്യത്യസ്തമാണ്. അതെ, ഇത് പറയാൻ പറ്റുന്നത് തന്നെ ഞാൻ ഇങ്ങനെ എല്ലാം ചിന്തിച്ചുണ്ടാക്കിയിട്ട് വരയ്ക്കുന്നത് കൊണ്ടാണ്. അതെ അതെ, കൃത്യമാണ്. അത് ഓരോ ചിത്രങ്ങൾക്കും ഒരു കഥ അതിൽ തന്നെ ഉണ്ട്, അത് കൃത്യമായി പറയുന്നു. അതെ, അത് അങ്ങനെ ചിന്തിച്ച് വരച്ചത് കൊണ്ടാണ് അങ്ങനെ വരയ്ക്കുന്നത്. ഏതായാലും ഇത് ഒരുപാട് പേര് വന്ന് കണ്ടു എന്നാണ് എന്റെ വിശ്വാസം. ഒരുപാട് പേര് വന്നിട്ടുണ്ട്, പ്രതീക്ഷയിൽ കൂടുതലായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. കാരണം 4 ദിവസത്തേക്ക് മാത്രം ചെയ്തൊരു ഇത് പിന്നെ ആഴ്ചയോട് നീട്ട് എന്ന് പറയുന്നത് തന്നെ അതൊരു വിജയമാണ്. തീർച്ചയായിട്ടും 8 ദിവസമായിട്ടുണ്ട്. അപ്പം നല്ല ഒരു റെസ്പോണ്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെ അടുത്തുനിന്നും. തീർച്ചയായിട്ടും വീണ്ടും ഒരുപാട് പേര് ഇതുപോലുള്ള ചിത്രങ്ങൾ കാണാൻ വേണ്ടി വരാനൊരു അവസരം വീണ്ടും ലവ്ലിയിൽ നിന്നുണ്ടാകട്ടെ. വീണ്ടും കുറേ നല്ല ചിത്രങ്ങൾ ചെയ്യാൻ കഴിയട്ടെ, അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ. അതുപോലെ തന്നെ നല്ല നല്ല പാട്ടുകൾ പാടുക, പാട്ട് പാടുന്ന ഒരാളാണ്.
പിന്നെ ഷാർജ ബുക്ക് ഫെയറിൽ എനിക്ക് പ്രതീക്ഷിക്കാമല്ലേ ഒരു പുസ്തകം? ഓ ഒന്നല്ല, ഞാൻ അഞ്ചെണ്ണം ഞാൻ 5 പുസ്തകം ഇറക്കിയിട്ടുണ്ട്. 4 ഷാർജയിൽ വെച്ചിട്ടായിരുന്നു ഇറക്കിയത്. ഇത്തവണയും ഇൻഷാല്ലാ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ സന്തോഷം ഇത്രയും നേരം നമ്മളുമായിട്ട് ചെലവഴിച്ചതിന്. താങ്ക് യു ലവ്ലി. ഡ്രോയിങ് പഠിപ്പിക്കുന്നുണ്ട്, മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഞാനും ഇവിടെ ഗസ്റ്റ് ടീച്ചറായിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നെന്ന് കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാനും. സർവകലാശാല ഏതായാലും പടർന്ന് പന്തലിക്കട്ടെ അല്ലേ, ഒരുപാട് കുട്ടികളെ കിട്ടട്ടെ, ഒരുപാട് കുട്ടികളുമായിട്ട് സർവകലാശാല യുഎയുടെ പല ഭാഗത്തേക്കും വളർന്നു പന്തലിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.